ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാലയ നൽപൊരു കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. അപ്പൻഡിക്സ് സി, നമ്മള് എയും ബിയും അനുബന്ധം കഴിഞ്ഞതിന് ശേഷം അപ്പൻഡിക്സ് സി അനുബന്ധം സി, ഇതിനകത്ത് പ്രത്യേകം പറയുന്നത് എന്ന് വെച്ചാൽ അപ്സൈഡ് ഡൗൺ ട്രയാങ്കിളിനെ കുറിച്ചാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. US കാനഡയുടെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഒരു ഘടനയാണ്. ഈ ത്രികോണം തലകീഴായിട്ടുള്ള ത്രികോണം എന്നാണ് വിളിക്കുക. എന്താ വെച്ചാല് ഏറ്റവും മുകളിലായി എ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ ഗ്രൂപ്പിനാണ് ഏറ്റവും പ്രാധാന്യം. അതിനുശേഷം അപ്സൈഡ് ഡൗൺ ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ കോൺഫറൻസിന്റെ ഘടനയില് US കാനഡ കോൺഫറൻസിന്റെ ഘടനയാണിത്. ആദ്യത്തേത് എ ഗ്രൂപ്പുകൾ, രണ്ടാമത്തേത് ഗ്രൂപ്പിന്റെ GSR, മൂന്നാമത്തത് ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എന്നാണ് അതിനെ വിളിക്കുക, നാലാമത്തത് ഏരിയ അസംബ്ലി, അഞ്ചാമത്തത് ജനറൽ സർവീസ് കോൺഫറൻസ്, ആറാമത്തത് ജനറൽ സർവീസ് ബോർഡ് ആൻഡ് എയുടെ വേൾഡ് സർവീസും ഗ്രേപ്പ് വൈനും. അപ്പോൾ ലോക സേവനത്തിനായിട്ടുള്ള എയുടെ ജനറൽ സർവീസ് ബോർഡിന്റെ സേവനത്തിനായിട്ടുള്ള വേൾഡ് സർവീസും ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ എന്ന് വെച്ചാൽ മുന്തിരി വള്ളി എന്നാണ് അതിന്റെ മലയാളം അർത്ഥം. ഗ്രേപ്പ് വൈൻ എന്ന് വെച്ചാൽ മുന്തിരി വള്ളി. ഇത് രണ്ടിന്റെയും സ്ഥാനം ആ കോണിന്റെ ഏറ്റവും താഴെയത് വശത്താണ്. ഇപ്പൊ മറ്റ് സംഘടനകൾ പോലെ ഏറ്റവും മുകളിലായിട്ടുള്ളൊരു സ്ഥാനമല്ല നമുക്ക് സാധാരണ ഇവിടെ കാണുക. ഏറ്റവും ഗ്രൂപ്പിന്റെ പ്രാധാന്യത്തിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യമുള്ളത്. അപ്പൊ ഗ്രൂപ്പാണ് പ്രാധാന്യമുള്ളത് ആ ഘടനയിൽ നമുക്ക് മനസ്സിലാവും. അടുത്ത ഭാഗം സ്ട്രക്ചർ വിത്ത് അനുബന്ധ സിയില് പറയുന്നത് സ്ട്രക്ചർ വിത്ത് കോൺഫറൻസ് ആൻഡ് ട്രസ്റ്റീസ് കമ്മിറ്റി എന്നാണ്. ദ ജനറൽ സർവീസ് കോൺഫറൻസ് സ്ട്രക്ചർ US ആൻഡ് കാനഡ. കോൺഫറൻസോട് കൂടിയ ഘടന അല്ലെങ്കിൽ കോൺഫറൻസിന്റെ ഘടന, അതാണ് അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം കോൺഫറൻസ് കമ്മിറ്റി അല്ലെങ്കിൽ കോൺഫറൻസിന്റെ ട്രസ്റ്റി കമ്മിറ്റികളും ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഘടനയിൽ കാണിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള കോൺഫറൻസ് കമ്മിറ്റിയാണ് അജണ്ട കമ്മിറ്റി, പിന്നീട് ഫിനാൻസ് കമ്മിറ്റി ഉണ്ട്, ലിറ്ററേച്ചർ കമ്മിറ്റി അല്ലെങ്കിൽ സാഹിത്യങ്ങളുടെ കമ്മിറ്റി ഉണ്ട്, ട്രസ്റ്റീസിന്റെ കമ്മിറ്റി ഉണ്ട്, കോപ്പറേഷൻ വിത്ത് ദ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി, അതായത് ഡോക്ടർമാർ, ഡോക്ടർമാർ, പുരോഹിതര്, ജഡ്ജികള്, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റീഷ്യൻസ് ആൻഡ് ഡയറ്റീഷ്യൻസ്, ആശുപത്രികളൊക്കെ ഇവരൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ഒരു കോപ്പറേഷൻ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി എന്നാണ്, CPC എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്. അടുത്ത ട്രീറ്റ്മെന്റ് ആൻഡ് ആക്സസിബിലിറ്റി, പബ്ലിക് ഇൻഫോർമേഷൻ, പോളിസി അഡ്മിഷൻസ്, അതായത് നയങ്ങളും ഇതും രൂപീകരിക്കല്, ആർക്കീവ്സ്, ചരിത്രം. ഈ ആർക്കീവ്സില് അതിന്റെ താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറി കമ്മിറ്റിയാണത്. ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് റീജിയണൽ ഫോറംസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺഫറൻസ് കമ്മിറ്റി ഇല്ല യഥാർത്ഥത്തിൽ. ഈ നോ കറസ്പോണ്ടിങ് കോൺഫറൻസ് കമ്മിറ്റി ഇന്റർനാഷണൽ കൺവെൻഷനും റീജിയണൽ ഫോറംസിനും. പിന്നീടുള്ളത് ഗ്രേപ്പ് വൈൻ ലെവിന, റിപ്പോർട്ട് ആൻഡ് ചാർട്ടർ. ഇത്രയുമാണ് കോൺഫറൻസിൽ കമ്മിറ്റി വരുന്നത്. പിന്നീട് കാണിച്ചിരിക്കുന്നത് ഗ്രൂപ്പുകൾ, അതിന്റെ ഗ്രൂപ്പിന്റെ താഴെ ഗ്രൂപ്പ് GSRs, ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ, ഏരിയ അസംബ്ലീസ്, ഡെലിഗേറ്റ് ടു ദി ജനറൽ സർവീസ് കോൺഫറൻസ്. അതായത് നമുക്ക് ഗ്രൂപ്പാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന GSR, ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവ് വരുന്നു. അവരെല്ലാം കൂടി ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ ഡിസ്ട്രിക്ട് കമ്മിറ്റികളെല്ലാം ചേർന്ന് ഏരിയ അസംബ്ലിയിലേക്ക് പോകുന്നു. ആ ഏരിയ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഡെലിഗേറ്റ് ജനറൽ സർവീസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നു. ട്രസ്റ്റികളുടെ ഭാഗത്തുനിന്ന് ഒരു ആരോ പോയിട്ടുണ്ട്, അത് ജനറൽ സർവീസ് ബോർഡിലേക്കുള്ള ആണ്. അപ്പൊ ഡെലിഗേറ്റുകളും ജനറൽ സർവീസ് ബോർഡും കൂടി, ട്രസ്റ്റികളും കൂടി ചേർന്നിട്ടാണ് ജനറൽ സർവീസ് ബോർഡിലേക്കുള്ള ഗ്രേപ്പ് വൈൻ ബോർഡിനെയും വേൾഡ് സർവീസ് ബോർഡിനെയും തെരഞ്ഞെടുക്കുന്നത്. ഗ്രേപ്പ് വൈൻ്റെ ഓഫീസും ജനറൽ സർവീസ് ഓഫീസിലെ സ്റ്റാഫുകളും അതിൽ പങ്കാളികളാവുന്നു. അടുത്ത ഭാഗം വിവരിക്കുന്നത് ട്രസ്റ്റീസ് കമ്മിറ്റികളാണ്. നമുക്കറിയാം, അതിന്റെ ചിത്രത്തിന്റെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോൺഫറൻസ് ഉണ്ട്, ട്രസ്റ്റീസിന്റെ കമ്മിറ്റികൾ. അപ്പോൾ ഒരു സൈഡിൽ കോൺഫറൻസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ ട്രസ്റ്റീസ് കമ്മിറ്റി ഉണ്ട്. ആ ട്രസ്റ്റീസ് കമ്മിറ്റീസിൽ വരുന്നത് കോൺഫറൻസ് ആണ്, ഫിനാൻസ് ആൻഡ് ബഡ്ജറ്ററി, കറക്ഷൻസ്, ലിറ്ററേച്ചർ, നോമിനേറ്റിംഗ്, CPC ആൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ് ആക്സസിബിലിറ്റീസ്, പബ്ലിക് ഇൻഫോർമേഷൻ, ആർക്കീവ്സ്, ഇന്റർനാഷണൽ കൺവെൻഷൻസ്, റീജിയണൽ ഫോറംസ്, ഇന്റർനാഷണൽ. കൂടാതെ ജനറൽ ഷെയറിംഗ് സെക്ഷൻ, ഓഡിറ്റ് കമ്പൻസേഷൻ, ലീഗൽ അഫയേഴ്സ്, എംപ്ലോയീസ് റിട്ടയർമെന്റ്,
റിട്ടയറി മെഡിക്കൽ ബെനിഫിറ്റ് ഫണ്ട്. ഇത്രയാണ് നമുക്ക് അവിടെ ട്രസ്റ്റീസ് കമ്മിറ്റികൾ വരുന്നത്. അപ്പോൾ കോൺഫറൻസിൽ ഡെലിഗേറ്റുകൾ ഡെലിഗേറ്റ് പങ്കെടുക്കുന്ന കമ്മിറ്റികളിലാണ് ഈ പറയുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 കമ്മിറ്റികളും ട്രസ്റ്റിമാരെ തെരഞ്ഞെടുത്തതിന് ശേഷം അത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കമ്മിറ്റികളുമായിട്ട് അവിടെ രൂപീകരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ സാധാരണ അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് മാനുവലിൽ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഗ്രൂപ്പുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അതിനുശേഷമാണ് GSRs, ഡിസ്ട്രിക്ട് കമ്മിറ്റി, ഏരിയ അസംബ്ലി, ഡെലിഗേറ്റ് ടു ദി ജനറൽ സർവീസ് കോൺഫറൻസ്. അത് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവർ ജനറൽ സർവീസ് ബോർഡ്, ഇപ്പൊ 2 രീതിയിലുള്ള ജനറൽ സർവീസ് ബോർഡ് വഹിക്കുന്ന 2 സർവീസുകളാണ്. അവരുടെ ഉത്തരവാദിത്തത്തിലാണ് ഗ്രേപ്പ് വൈൻ ബോർഡും വേൾഡ് സർവീസ് ബോർഡും. എന്ന് വെച്ചാൽ ഗ്രേപ്പ് വൈൻ്റെ ഓഫീസിന് നോക്കുന്നതും ജനറൽ സർവീസ് ഓഫീസിന് നോക്കുന്നതും GSB എന്ന് വിളിക്കുന്ന ജനറൽ സർവീസ് ബോർഡിലെ ട്രസ്റ്റികളുടെ ഒരു കമ്മിറ്റിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പൻഡിക്സ് ഡിയിലേക്ക് പോകാം.